ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഞാൻ ഇന്ന് ഇവിടെ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഹൃദയാഘാതത്തെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. തെറ്റായ ജീവിതശൈലി, അമിതമായ ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവ ഉപയോഗിക്കുന്നത്, അതുപോലെ ക്രമരഹിതമായ ഉറക്കം, ഇവയെല്ലാം രക്തസമ്മർദ്ദം കൂട്ടാനും പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുവഴി ഹൃദയാഘാതം ചെറുപ്പക്കാരിൽ കൂടി വരികയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം, ചെറുപ്പക്കാരിൽ ഈയിടെയായി വളരെയധികം മാനസിക സമ്മർദ്ദം, ജോലിയിൽ നിന്നും വ്യക്തിപരമായ സമ്മർദ്ദം, അങ്ങനെയെല്ലാം കൂടി വരുന്നു. ഇതുവഴി അവർക്ക് രക്തസമ്മർദ്ദം കൂടി വരികയും അതുവഴി ഹൃദയാഘാതം വരികയും ചെയ്യുന്നു. പുകവലിയും മദ്യപാനവും. പുകവലി ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിലെ രക്തയോട്ടം കുറയ്ക്കുകയും അതുവഴി രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു. അതേപോലെ തന്നെ അമിതമായ മദ്യപാനം ഹൃദയത്തിന് ദോഷകരമാണ്. പാരമ്പര്യമായി ഹൃദ്രോഗമുള്ളിടത്ത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കണ്ടുവരുന്നു. അമിതമായ വ്യായാമം ഹൃദയത്തിന് ദോഷകരമാണ്. ഹൃദയസ്തംഭനം അതുവഴി ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. ശരിയായ നിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുകയുള്ളൂ. അമിതവണ്ണം ഹൃദയാഘാതത്തിലേക്കും മർദ്ദം, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയിലേക്ക് നയിക്കുന്നു. ജനന സംബന്ധമായ ഹൃദ്രോഗങ്ങൾ ഉള്ളവർക്ക് ഹൃദയത്തിലേക്കുള്ള പേശിയിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും അതുവഴി ഹൃദയസ്തംഭനം, ഹൃദ്രോഗങ്ങൾ എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. മയക്കുമരുന്ന് ഉപയോഗം. ചില മയക്കുമരുന്നുകളുടെ ഉപയോഗം രക്തയോട്ടം കുറയ്ക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്രയും കാരണങ്ങൾ